നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 33. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 33. ഇപ്പോൾ ഭാഗവത മാഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 9-ാമത്തെ ശ്ലോകത്തിനെ പറ്റി പറഞ്ഞു. അതോ നൃലോകേ നനു നാസ്തി കിഞ്ചിൽ ചിത്തസ്യ ശോധായ കലോപവിത്രം അഘോഗവിധ്വംസകരം തദൈവ കഥാസമാനം ഭുവി നാസ്തി ചാന്യൽ. അതിൻ്റെ അർത്ഥം പറയണ്ടായി. അപ്പോൾ ഇവിടെ 10-ാമത്തെ ശ്ലോകം കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർലോകഹിതം വിചാര്യ പ്രകാശിത ക അഭിനവീനമാർഗ. കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർലോകഹിതം വിചാര്യ പ്രകാശിത കോ അഭിനവീനമാർഗ. ഇവിടെ കഥാസ്വരൂപമായ സപ്താഹയജ്ഞത്താൽ, കഥാസ്വരൂപം ചോദ്യോത്തരമായിട്ട് ഓരോരോ ഇൻസിഡൻസ് എണ്ണി പറഞ്ഞ് അതിലുള്ള താത്വിക വിചാരങ്ങളാണ് നമ്മൾക്ക് ഉത്ബോധനമായിട്ട് പറയുന്നത്. അപ്പോൾ കഥാസ്വരൂപമായ സപ്താഹയജ്ഞത്താൽ ഏതേത് വിധത്തിലുള്ള പാപികൾ ശുദ്ധന്മാരാകുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയണം. അതായത് ഇവിടെ നാരദ മഹർഷി സനകാദികളോട് ചോദിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ സനകാദികളോട് പറയണു, കഥാസ്വരൂപമായ സപ്താഹയജ്ഞത്താൽ ഏതേത് വിധത്തിലുള്ള പാപികൾ ശുദ്ധരാകുമെന്ന് ഏതേത് എന്നർത്ഥം വരും. ക്വാ എവിടെ എന്നൊക്കെയാണ് വരിക. അപ്പോൾ ശുദ്ധരാകുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറയണം. കൃപാലുക്കളായ നിങ്ങളാൽ ലോകത്തിൻ്റെ ഹിതത്തിനെ ഉദ്ദേശിച്ചിട്ട് അനിർവചനീയമായ ഒരു പുതിയ മാർഗം പ്രകാശിക്കപ്പെട്ടു. ഈ ഒരു പുതിയ മാർഗം എന്നുള്ളത് വളരെ രസാനുഭൂതി തരുന്നതാണ്. എത്രയോ കാലമായി പരസഹസ്രം ആചാര്യന്മാർ ഭാഗവത കഥ പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർ പറയുമ്പോഴും അത് പുതുതായിട്ട് തോന്നും. അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, അതായത് ഭാഗവതത്തിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ നിങ്ങളാ ലോകത്തിൻ്റെ ഹിതത്തിനെ, ആ ലോകഹിതം എന്നുള്ളതാണ് പ്രീതിജനകം എന്ന് പറയാം. ഞാൻ പ്രീതിജനകമായിട്ട് പെരുമാറുമ്പോൾ ആ വ്യക്തികളിലുള്ള ആത്മാവ് എന്നെ ബ്ലെസ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ മമതയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റേതെന്നും എനിക്കെന്നും എന്നുള്ള നിലയിൽ ഞാൻ ജീവിത സന്ധാരണം ചെയ്യുകയാണെങ്കിൽ എനിക്ക് നരകപ്രാപ്തി ആയിരിക്കും ഉണ്ടാവുക. ഭഗവാൻ അത് ആക്സെപ്റ്റ് ചെയ്യണില്ല പ്രീതിജനകമായിട്ട്. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താ, ഞാനല്ലാണ്ട് എൻ്റെ കാര്യം നിങ്ങൾ വന്ന് നോക്കൂ എന്നൊക്കെ ചിലവർ എന്നോട് ചോദിക്കും. ഞാൻ അങ്ങനത്തെവരോട് ഞാൻ ആൻസർ ചെയ്യാറ് പതിവില്ല. കാരണം എന്താ, ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് മനനം ചെയ്ത് അതിൽ കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ തലകുത്തി നിന്നാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാരദരുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് സനകാദികൾ ഉത്തരം പറയണോ. കുമാരാവൂജുഹു 11-ാമത്തെ ശ്ലോകം. യേ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗാഃ ക്രോധാഗ്നിദഗ്ധാ കുടിലാശ്ചകാമിനാ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. ഉരുളയ്ക്ക് ഉപ്പേരി എന്താ ചോദിച്ചത്, അതിനുള്ള സമാധാനം അപ്പോൾ
സനകാദികൾ പറഞ്ഞു, ഏ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരഥാ വിമാർഗകാ ക്രോധാഗ്നിദഗ്ധാ കുടിലാശ്ച കാമിനാം സപ്താഹയജ്ഞേന കനോ പുനന്ദിതേ. ഇനി ഇവിടുന്ന് ഒരു 10-12 ശ്ലോകം ഈ അവസാനത്തെ കലോ പുനന്ദിതേ എന്നുള്ളത് പറഞ്ഞിട്ട് വരും. ഇതിനെന്താ അർത്ഥം പറയാ? കുമാരന്മാരെ, സനകാദി കുമാരന്മാരെ നാരദരോട് മറുപടി പറഞ്ഞു, ഏതൊരുത്തൻ എപ്പോഴും ഏതൊരുത്തർ ഹൂവർ ഇറ്റ് മേ ബി, എപ്പോഴും പാപം ചെയ്യുന്നവരും ദുരാചാരത്തിൽ തൽപരന്മാരും നിഷിദ്ധ കാര്യങ്ങളെ നടത്തുന്നവരും ക്രോധസ്വരൂപമായ അഗ്നിയിൽ വീണ് ദഹിക്കുന്നവരും. എനിക്ക് ക്രോധം വന്നാൽ ഞാൻ തന്നെയാണ് ക്രോധാഗ്നിയിൽ വീണ് മരിക്കുക. അത് ഭാര്യയും ഭർത്താവും വന്ന് സഹായിക്കില്ല. എനിക്ക് ക്രോധമില്ലാതെ കണ്ടിരുന്നാൽ എനിക്കും നന്ന്, അവർക്കും നന്ന്, നാട്ടുകാർക്കും നന്ന്. അപ്പോൾ ക്രോധാഗ്നി സ്വരൂപമായ അഗ്നിയിൽ വീണ് ദഹിക്കുന്നവരും കുടിലന്മാരും, മോശക്കാരെന്നർത്ഥം, കുടിലന്മാരും കാമികളുമായിരിക്കുന്നുവോ. കാമികൾ ആവാൻ പാടില്ല. അപ്പോൾ ചിലവർ ചോദിക്കും, നമ്മൾ കാമിക്കാണ്ട് വല്ലതും നടക്കുമോ? അങ്ങനെയല്ല പറഞ്ഞത്. എപ്പോഴും വാക്കാർത്ഥം പറഞ്ഞ് ഉപദ്രവിക്കരുത്. കാമിക്കുക എന്ന് പറഞ്ഞാൽ അനർഹമായിട്ടുള്ളത്, ജന്മാന്തര പാപപുണ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്കൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഒരിക്കലും ഭഗവാനോട്, ഈശ്വരനോട് കൃതജ്ഞത പറയണില്ല. കൃതജ്ഞത പറയാത്ത ജീവിതം കൃതജ്ഞതയിലേക്ക് എത്തിക്കും, മര്യാദക്കേടിലേക്ക് എത്തിക്കും. അപ്പോൾ കാമികളുമായിരിക്കുന്നുവോ അവരെല്ലാവരും സപ്താഹയജ്ഞത്താൽ കലിയുഗത്തിൽ പരിശുദ്ധരായി ഭവിക്കും. ഇങ്ങനെ പറഞ്ഞ് പാപദുരാചാര കൗടില്യാദി നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള അനുവാദമായിട്ടല്ല ധരിക്കേണ്ടത്. എടുത്ത പൊങ്ങില്ലേട്ടോ. ഇങ്ങനെ പറഞ്ഞത് പാപദുരാചാര കൗടില്യാദി, സൂത്രശാലികളായിട്ട് നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള അനുവാദമായിട്ടല്ല ധരിക്കേണ്ടത്. സപ്താഹയജ്ഞത്തിനുള്ള മഹിമയെ പ്രശംസിപ്പാൻ വേണ്ടിയിട്ട് ഈ വിധം വർണ്ണിച്ചതായിട്ട് ധരിക്കണം. അതായത് പാപകർമ്മം ചെയ്യാനല്ല, അനുമതിയല്ല. പിന്നെയോ സപ്താഹത്തിൻ്റെ ഗരിമ എന്താണെന്ന് ബോധിപ്പിക്കാൻ പറഞ്ഞതാണ്. എന്തു പാപം ചെയ്താലും സപ്താഹയജ്ഞം പരിഹാരമായിട്ടുള്ളതിനാൽ പാപികൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ എന്നല്ല മഹർഷിമാരുടെ അഭിപ്രായം. ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മഹർഷിമാരെ പാപികൾ വർദ്ധിക്കണം എന്നല്ല വിചാരിച്ചിട്ടുള്ളത്. സപ്താഹയജ്ഞം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മാത്രം കരുതിയാൽ മതി. ശ്രേഷ്ഠമായ വിഷയത്തിൽ ശ്രദ്ധയെ ജനിപ്പിക്കുവാൻ ഈ വിധം വർണ്ണിക്കുന്നത് പുരാണ സമ്പ്രദായമാകുന്നു. പുരാണ സമ്പ്രദായം എന്താ? ഒരു കാര്യം നന്മ ഉള്ളതാണെന്ന് പറയാൻ വേറൊന്നിനെ താഴ്ത്തി പറയും. അതാണ് ശരി. നന്മ അറിയണമെന്നുണ്ടെങ്കിൽ തിന്മ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇവിടെ പറഞ്ഞു, രോചനാർത്ഥ ഫലശ്രുതി, സൽക്കഥാദികളിൽ ശ്രദ്ധയെ അധികരിപ്പിക്കുകയാണ് ഫലശ്രുതിയുടെ പ്രയോജനം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതിനൊക്കെ ഫലശ്രുതി പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് കന്യാദാനം ചെയ്ത ഫലം കിട്ടുമോ? അശ്വമേധയാഗം രാജസൂയ യാഗം ചെയ്ത ഫലം കിട്ടുമോ? ഇല്ല. മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാനാണ് ഫലശ്രുതി പറഞ്ഞത്. അപ്പോൾ സത്കർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടാവാൻ എന്താ പറയുക, അയോഗ്യത, നരകത്തിലേക്കുള്ള യോഗ്യത അല്ല ചെയ്യേണ്ടത്. പരമശായെന്ന് മനസ്സിലാക്കണം. പാപികളെ ശിക്ഷിക്കണം എന്ന് പറയാൻ കാരണം എന്താ? പാപം ചെയ്യാതേണ്ടിരിക്കാനാണ്. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ശ്ലോകം, 12ാമത്തെ ശ്ലോകം. സത്യേന ഹീന പിതൃമാതൃദൂഷക തൃഷ്ണാകുലാശ്ചാശ്രമകുലാശ്ച ആശ്കുലാശ്ച ആശ്രമധർമ്മവർജിതാ യേദാംബികാ മത്സരിണോ അഭിഹിംസകാം സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. സത്യേന ഹീന പിതൃമാതൃദൂഷക
തൃഷ്ണാകുലാശ്ചാകുല ആശമ ധർമ്മവർജിതാം ഏതാംബിക മത്സരിണോ ബിഹിംസക സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. എന്താ പറഞ്ഞത്? സത്യം വിട്ട് നടക്കുന്നവരും, സത്യതൽപരന്മാരായിരിക്കണം, അല്ലെങ്കിൽ മോശമാണ്. സത്യം വിട്ട് നടക്കുന്നവരും മാതാവിനെയും പിതാവിനെയും ദുഷിക്കുന്നവരും ദുരാശ കൊണ്ട് നിറഞ്ഞവരും, ആശയാവാം, ദുരാശയാവരുത്. കർമ്മത്തിനനുസരിച്ചിട്ട് ഫലം നമുക്ക് കിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ സനാതനധർമ്മത്തിൽ എന്താ പറയുക, ആദർശ പ്രാർത്ഥന പറഞ്ഞിട്ടൊന്നുണ്ട്. ആദർശ പ്രാർത്ഥന എന്താ? ആദർശ പ്രാർത്ഥന ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ആത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ഗുരുനാഥൻ ഗുരുശിഷ്യ ബന്ധത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന ശ്ലോകമാണ്. ഏത്? ആദർശ പ്രാർത്ഥന. എല്ലാവരും ആദർശതൽപരന്മാരായി പ്രാർത്ഥിക്കണം. എന്താണ്? ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ആത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാ ഭൂതങ്ങളിലും ജീവചൈതന്യമായിരിക്കുന്നവനെ ന ജാനേ ഹിതമാത്മന, എന്ത് കിട്ടിയാലാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതല്ല സത്യം. 1 കിട്ടിയാൽ 10 കിട്ടണം, 10 കിട്ടിയാൽ 100 കിട്ടണം, 100 കിട്ടിയാൽ 1000 കിട്ടണം, ഇങ്ങനെ പോവുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാൽ സമാധാനം, ശാന്തി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഭഗവാൻ ഭൂതഭാവേശ ന ജാനഹിതമ ത്വമേവ സഞ്ചിന്യ വിഭോ, അങ്ങയ്ക്കറിയാം. കാരണം എന്താ? അനാദികാലം മുതൽക്ക് ഞാൻ പാമ്പായും ചേരയായിട്ടും പുഴുവായിട്ടും പക്ഷിമൃഗാദികളായിട്ടും വൃക്ഷലതാദികളായിട്ടും 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ മാറി മാറി ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ച് ഞാൻ ജനിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ അങ്ങുണ്ട്. അപ്പോൾ എൻ്റെ ശരിയായ ബന്ധു എന്ന് പറയാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ത്വമേവ സഞ്ചിന്യ ഹിതം മേ കർത്തുമർഹസി. അതുകൊണ്ട് ഞാൻ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലം തരണേന്നാ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇതാദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ. അപ്പോൾ ഈ ആദർശ പ്രാർത്ഥനയുടെ ലാക്കിങ്, പോരായ്മയാണ് നമ്മളെ ആരും നിയന്ത്രിക്കാനില്ലാത്തത് കാരണം, നമ്മളെ ആരും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനില്ലാത്തത് കാരണം നമ്മൾ ആസ്ട്രയായിട്ട് പോവും. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ശ്ലോകം ആദ്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം പ്രിയാമ്പിളിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സന്ദർഭം വന്നു. ഏത്? എന്താ പറഞ്ഞത്? മാതാവിനെയും പിതാവിനെയും ദുഷിക്കുന്നവരും ദുരാശ കൊണ്ട് നിറഞ്ഞവരും അതാത് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 25 വർഷം പഠിക്കാനുള്ളതാണ്. ആ സമയത്ത് നമ്മൾ കക്ഷി രാഷ്ട്രീയം ചേരി തിരിഞ്ഞ് നമ്മൾ ഓരോ ബാനറിൽ അറിയപ്പെട്ടാൽ അതുകൊണ്ട് എന്തൊക്കെ പൊല്ലാപ്പം ഉണ്ടാവണത്. അച്ഛനമ്മമാർക്ക് നമ്മളെ സ്വയം നഷ്ടപ്പെടുകയല്ലേ ചെയ്യണത്. അങ്ങനെ എത്ര കഥകൾ. കുട്ടികൾ വഴി പഴിച്ചു പോകാൻ കാരണം എന്താ? പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾ 25 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ദാമ്പത്യം അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ദാമ്പത്യത്തിനോട് എന്താ താല്പര്യം ഉണ്ടാവുക? ഏത് കാര്യം അമിതമായാൽ അമൃതം വിഷം, അധികമായാൽ അമൃതവും കൂടി വിഷമാവും. അപ്പോൾ എല്ലാം പാകത്തിനേ പാടുള്ളൂ. ആസക്തിജന്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. എന്നാൽ ഈശ്വരപ്രാപ്തിക്ക് ആസക്തി വേണേ. നന്മ ചെയ്യാൻ ആസക്തി വേണം. ഞാൻ മുന്നേ നന്മ ചെയ്യാൻ, തെറ്റ് ചെയ്യാനല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനമില്ലെങ്കിൽ നമ്മൾ വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പൊങ്ങച്ചം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും എതിരെ രാഷ്ട്രീയം പുലമ്പുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഇടയിലുള്ളത്. അതാണ് മോശം.
നമ്മുടെ കടമകൾ കടപ്പാടുകൾ എന്താണ്, സംസ്കാരം എന്താണ്. അപ്പോൾ ഇവിടെ പരവഞ്ചകന്മാർ, മത്സരികളും പ്രാണിഹിംസകന്മാരും, ഈ പ്രാണിഹിംസകന്മാർ എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾക്ക് ഒരു പ്രാണീനെയും ഹനിക്കാനുള്ള അധികാരമില്ല. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരവരുടെ വിശപ്പിന് കൃഷി ചെയ്യൂ, നല്ല ധാന്യങ്ങൾ ഉണ്ടാക്കൂ, ഭക്ഷിക്കൂ. പിന്നെ എന്താണ് പറയുക, മാംസാഹാരം കഴിക്കരുത്, നിഷിദ്ധമാണ് ആർക്കും. അപ്പോൾ ഇന്ന മതക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം എന്താ കാരണം? അത് നമ്മുടെ ശരീരഘടനയും മാനസികഘടനയ്ക്ക് എതിരാണ്, അതന്നെ, അല്ലാണെന്നല്ല. അപ്പോൾ പ്രാണിഹിംസകന്മാരും കൂടെ കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കുന്നു. ഇതിൻ്റെ അർത്ഥം മേൽപ്പറഞ്ഞ തരക്കാർ ഭാഗവത ശ്രവണത്താൽ അവരവരുടെ പാപകർമ്മങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കുവാനും ആ വക ദുഷ്പ്രവൃത്തികളെ ഉപേക്ഷിച്ച് സദാചാരതൽപരന്മാരാവാനും ഇടവരും. അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ ശുദ്ധന്മാരാകും എന്നാണ് വിവക്ഷ. അത് കഴിഞ്ഞ് 13ാമത്തെ ശ്ലോകം പറയണു, പഞ്ചോഗ്രപാപശ്ച ചലൽ സത്മകാരിണ ക്രൂരാ പിശാചോ ഇവ നിർദയാശ്ചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. പഞ്ചോഗ്രപാപാശ്ചലചത്മകാരിണ ക്രൂരാ പിശാചാ ഇവ നിർദയാശ്ചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണചോരണം ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം എന്ന പഞ്ചമഹാപാതകമുള്ളവരും 5 തരം മഹാപാപങ്ങളാണ്. പശുഹത്യ, ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ബ്രഹ്മം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പശുവിനെ കൂടുതൽ പറഞ്ഞ്? അങ്ങനെയല്ല. സനാതന ധർമ്മത്തിൽ പശു എന്ന മൃഗത്തിന് ആനേങ്കാളിലും വില കൽപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശു തരുന്ന പാല്, തൈര്, വെണ്ണ, നെയ്യ്, ഇത് ദേവസംബന്ധമായ കാര്യങ്ങൾ, യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യാൻ കൂടാണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ആനയേക്കാൾ മഹിമ സനാതന ധർമ്മത്തിൽ പശുക്കൾക്ക് ഉണ്ടെന്ന് പറയാൻ കാരണം. പശു ഒരു ഉത്തമ ഉദാഹരണമാണ്. പ്രീതികരമായിട്ട് ജീവിക്കണതിനെ പറ്റിയിട്ട് പശു ഉത്തമ ഉദാഹരണമാണ്. പശു ചത്താലും അതിൻ്റെ തോല് വാദ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കണം. അതിൻ്റെ കൊമ്പ് കൊമ്പ് വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ നഖം, കുളമ്പ്, അതുകൊണ്ടൊക്കെ ചീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പല ഐറ്റങ്ങളും. അതുകൊണ്ടാണ് പറഞ്ഞത് പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണചോരണം. അതാണ് കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധമുലകിൽ പലതും. ഇപ്പം ഈ സ്വർണത്തിനോടുള്ള അടങ്ങാത്ത താല്പര്യം തോന്നാൻ കാരണം എന്താ? മായയാണ്, അല്ലാതെ കൊണ്ടൊന്നല്ല, മായയാണ്. അതുകൊണ്ടാണ് പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണ്ണചോരണം, സ്വർണം കക്കുക അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടാക്കി വയ്ക്കുക, ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം എന്ന പഞ്ചമഹാപാതകമുള്ളവരും അല്പവസ്തുവിനെ മഹത് വസ്തുവായിട്ട് ബോധിപ്പിക്കുന്നതായ ചലമെന്ന പാപവും. ചലം, ഈ മുറിയിലൊക്കെ വരുന്ന പഴുപ്പിനാണ് ചലം, അറയ്ക്കും ആൾക്കാർക്ക്. അപ്പം ഇവിടെ അല്പവസ്തുവിനെ മഹാവസ്തുവായിട്ട് കണക്കാക്കുക, അത് മായാണ്. ഉള്ളതിനെ ഇല്ല എന്ന് വിചാരിക്കണതും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിചാരിക്കണതും രണ്ടും മായാണ്. വികല്പം അല്ലെങ്കിൽ ആവരണം എന്നാണ് പറയുക. ഇളക്കണ്ട് തോന്നുക, ഒന്നിനെ മൂടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുക, ആ മൂടിയുടെ ഉള്ളിൽ എന്താണെന്ന് തോന്നുക ഉള്ള ധാരണ, അതാണ് ഈ മായ. അപ്പോൾ പറയണു, ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ധരിപ്പിക്കുന്ന സ്വഭാവമാകുന്ന കപടമെന്ന പാപവും. അതാണ് ഈ മായ, കപടമാണ്.
കാപ്പട്ടിയാണ്. പാപവും ആചരിക്കുന്നവരും പ്രാണികാരുണ്യമില്ലാത്തവരും, ഒരു പ്രാണിയോടും കാരുണ്യമില്ലാതെ ഇരിക്കാൻ പാടില്ല. പിശാചുക്കളെന്ന പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ. അപ്പോൾ അച്ഛനമ്മമാരോട് ദയ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ആരാവും? ലിവിങ് പിശാചുക്കളാവും. അപ്പോൾ പിശാചുക്കളെന്ന പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ വ്യാപരിക്കുന്നവരും ബ്രാഹ്മണധനത്തെ അപഹരിച്ച്. എന്താ ബ്രാഹ്മണർക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണര് വേദങ്ങൾ പഠിച്ച് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകളെ ഇല്ലായ്മ ചെയ്യാൻ അവരവരുടെ ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണർ. അപ്പോൾ എന്തിനാണ് ബ്രാഹ്മണർക്ക് ഭൂദാനം ചെയ്യണമെന്ന് പറയാൻ കാരണം, അവർക്ക് വേറെ ജീവിതവൃത്തിയില്ല. ഈ വിപ്രന്മാരായി മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക, പൂജാകാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് അവരുടെ തൊഴിൽ. അപ്പോൾ ഇതൊന്നും മാനിക്കാതെ കൊണ്ട് വെറുതെ ചുമ്മാ സവർണ മേധാവിത്വം പറഞ്ഞ് കൊമ്പ് കോർക്കരുത്. അപ്പോൾ ഇവിടെ പ്രാണികാരുണ്യമില്ലാത്തവരും പിശാചുക്കളെന്ന പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ വ്യാപരിക്കുന്നവരും ബ്രാഹ്മണധനത്തെ അപഹരിച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്നവരും പരസ്ത്രീയെ പ്രാപിക്കുന്നവരും. ഏറ്റവും വലിയ മര്യാദ ഇല്ലായ്മ, പരസ്ത്രീ ഗമനം പാടില്ല. അതിനാണ് ഈ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പരസ്ത്രീയെ പ്രാപിക്കുന്നവരും കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധിയെ പ്രാപിക്കണു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 14-ാമത്തെ ശ്ലോകം, കായേന വാചാ മനസാഭിപാതകം നിത്യം പ്രകുർവന്തിഷഠാ ഹഠേനയേ പരസ്വപുഷ്ടാമലിനാ ദുരാശയാ സപ്താഹയജ്ഞേന കലോ പുനന്തി തേ. കായേന വാചാ മനസ്സാഭിപാതകം നിത്യം പ്രകുർവന്തി ഷഠാ ഹഠേനയേ പരസ്വപുഷ്ടാമലിനാ ദുരാശയാ സപ്താഹയജ്ഞേന കലോ പുനന്തി തേ. ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും കൽപ്പിച്ചു കൂട്ടി പാപം ചെയ്യുന്നവരും. കൽപ്പിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്രതം ചെയ്യുക, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വ്രതം സ്വീകരിച്ചിട്ടുള്ളവർ. മനസ്സാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും കൽപ്പിച്ചു കൂട്ടി പാപം ചെയ്യുന്നവരും ദൃഢചിത്തന്മാർ. ആ ദൃഢചിത്തന്മാർ എന്നുള്ളതിനല്ല കുഴപ്പം, ആ ദൃഢചിത്തത എന്തിനോട് കൂടി നിൽക്കണു അതിന് കുഴപ്പമുണ്ട്. അപ്പോൾ പരസ്വത്ത് കൊണ്ട് സ്വശരീരത്തെ പോഷിപ്പിക്കുന്നവരും, വളരെ അർത്ഥം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് പരസ്വത്ത്. അന്യൻ്റെ സ്വത്ത് കൊണ്ട് നമ്മൾ ഞെളിയരുത്. അന്യൻ്റെ സ്വത്ത് കിട്ടണമെന്ന് ധരിക്കാൻ പാടില്ല, തെറ്റ്. ശരിക്കും അച്ഛനമ്മമാർ സമ്പാദിച്ചത് കൂടി മക്കൾ ഉപയോഗിക്കരുതെന്ന് പറയും. കാരണം എന്താ? അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവരവരുടെ സത്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പറയണമെന്നാണ്. നമ്മൾ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കണം എന്നാണ്. എന്നാൽ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ അങ്ങനെയല്ല. അച്ഛനമ്മമാർ ചെയ്യാൻ താല്പര്യമുള്ള ലൈസൻസ്ഡ് ലൂട്ടേഴ്സ് എന്നാണ് കുട്ടികളെ പറ്റി പറയാം. അവർ സ്വന്തമായിട്ടൊന്നും നേടുന്നില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഈ ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ തന്നെ 5-ാമത്തെ വയസ്സ് 6-ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഗുരുനാഥൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടാൽ സ്വന്തം കാലിൽ നിർത്തത്തക്ക വിധത്തിലുള്ള ശിക്ഷാരീതികൾ, പാഠ്യവിഷയങ്ങൾ, അന്നന്ന് ആഹാരം പാകം ചെയ്യാൻ വെള്ളം കൊണ്ടുവരിക, വിറക് കൊണ്ടുവരിക, പശുവിനെ കുളിപ്പിക്കുക, പശുവിനെ കറക്കുക, മഹർഷിക്ക് തപസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, ഹോമങ്ങൾ നിറവേറ്റാനുള്ള ചമ്മതകൾ പെറുക്കി കൊണ്ടുവരിക. ഇങ്ങനെ ആദ്യം മുതൽക്ക് തന്നെ ഉത്സാഹപ്രിയന്മാരായി ഇൻഡസ്ട്രിയസ് മൈൻഡോടുകൂടി ഇരിക്കാൻ ഉള്ള ശിക്ഷണുണ്ട്. അതിൻ്റെ ശേഷമാണ് വാൾപ്പയറ്റ് വേണോ, കുന്തം കൊണ്ട് എറിയാൻ പഠിക്കണോ, ഗദായുദ്ധം പഠിക്കണോ, അമ്പും വില്ലും പ്രയോഗിക്കാൻ സാധിക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ
ഈ ബ്രാഹ്മണ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വയം പൂജ ചെയ്യുമ്പോൾ നിഷ്കാമ പൂജ ചെയ്യണമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ? ഈശ്വരന് പ്രീതികരമായിട്ട് കണക്കാക്കണം എന്നാണ്. അപ്പോൾ ശൗര്യം വേണം, ദാർശനിക ചിന്താഗതികൾ വേണം. അപ്പം ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം, ഈ 4 വേണം. 4 ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, പരസത്വ കൊണ്ട് ശരീരത്തെ പോഷിപ്പിക്കാൻ പാടില്ല, കുൽസിത വാസനയുള്ളവരായിരിക്കാൻ പാടില്ല, അതിനാൽ ദുഷിച്ചിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയവരും കലിയിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കും. കുൽസിത ബുദ്ധികൾ, മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുള്ളവർ, അത് അപകടമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ 15-ാമത്തെ ശ്ലോകം പറയണു, അത്രതേ കീർത്തിയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. അപ്പോൾ ആ പുനന്തി എന്നുള്ളത് അവിടെ നിന്ന് കഴിഞ്ഞു കിട്ടുമോ? അത്രതേ കീർത്തിയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. സപ്താഹയജ്ഞത്താൽ പാപം നശിക്കുമെന്നുള്ളതിനെ ബോധിപ്പിക്കുന്നതായ ഒരു പുരാതന ചരിതം ഉണ്ട്. ഒരു കഥയിലേക്ക് പോവാണ്. പുരാതന ചരിതമാണ് ചരിത്രമായിട്ട് മാറുന്നത്. അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം. സനകാദികൾ നാരദരോട് പറയണോ, ഇതിനോട് അനുബന്ധിച്ചൊരു കഥ പറയാം. അതിനെ ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ പാപം നശിക്കും. ഏതിനെ? സനകാദികൾ നാരദരോട് പറയുന്ന ആ കഥ കേട്ടാൽ തന്നെ സപ്താഹത്തിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് മനസ്സിലാവും, ഭാഗവതത്തിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു, സപ്താഹയജ്ഞത്താൽ പാപം നശിക്കുമെന്നുള്ളതിനെ ബോധിപ്പിക്കുന്നതായ ഒരു പുരാതന ചരിതമുണ്ട്. അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം. അതിനെ ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ പാപം നശിക്കും. അടുത്ത ശ്ലോകം 16 എന്താ പറഞ്ഞത്? തുംഗഭദ്രാതടേ പൂർവം അഭൂൽപത്തനമുത്തമം യത്ര വർണ്ണാസ്വധർമ്മേണ സത്യസൽകർമ്മൽ തൽപരാ. ഒരാളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ കഥ. ആ ശ്ലോകം ഒന്നുകൂടി പറയാം. തുംഗഭദ്രാതടേ പൂർവം അഭൂത് പത്തനമുത്തമം യത്ര വർണ്ണാസ്വധർമ്മേണ സത്യസൽ കർമ്മതൽപരാഹ. ദക്ഷിണദേശത്തിൽ എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ സുപ്രസിദ്ധമായ തുംഗഭദ്രാ നദിയുടെ തീരത്തിൽ പണ്ടൊരിക്കൽ ഉത്തമമായ ഒരു നഗരം ഉണ്ടായിരുന്നു, ഒരു പട്ടണം ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണാദി വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്രാദി വർണ്ണങ്ങൾ സ്വധർമ്മശ്രദ്ധയോടും, സ്വന്തം കുലചിത്തത സ്വധർമ്മശ്രദ്ധയോടും സത്യം, സൽക്കർമ്മം എന്നീ ശുഭ ആചാരങ്ങളിൽ വളരെ താല്പര്യത്തോടും കൂടിയവരുമായിരുന്നു. അപ്പോൾ ഒരു രാജ്യം, ഒരു ഗ്രാമം നന്നാവണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാമവാസികൾ ആചാരാനുഷ്ഠാനങ്ങൾ പരപ്രേരണയില്ലാതെ സ്വന്തം ഹിതത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കണം. മാത്രമല്ല അവരാരായിരിക്കണം? ശുഭാചാരങ്ങൾ, ശുഭമായ ആചാരങ്ങൾ ശുഭമല്ലെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, കോഴിവെട്ട്, അതൊരു അനാചാര. ഭാഗവതം പഠിക്കാത്തവരാണ് ചെയ്യുന്നത്. ഈശ്വരധർമ്മം, ഈശ്വരഹിതം എന്താണെന്ന് അറിയാത്തവർ. അതിനിപ്പോൾ നമ്മൾ വെറുതെ ഭദ്രകാളീനെ മുൻനിർത്തി വെച്ചിട്ട് ഭദ്രകാളി പ്രീതിക്കെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഭദ്രകാളി കൂടി സാക്ഷാൽ ജഗന്നിവാസനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെയും ശൈവപ്രധാനിയായിരിക്കുന്ന ശിവപെരുമാളിനെയും വിഷ്ണുവിൻ്റെയൊക്കെ ആജ്ഞാവർത്തികളാണ്. അല്ലാണ്ട് അവർ നമ്മളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഭഗവതീനെ ഭദ്രകാളി പൂജ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് പറയുമ്പോൾ പലവർക്ക് ചൂടായിട്ട് കാര്യമില്ല. അതായത് ഒന്നാമത് ഭാഗവതം പഠിക്കുമ്പോൾ
വികാരം കൊള്ളരുത്, വിചാരം കൊള്ളണമെന്ന. എല്ലാവരും അമ്മത്തിരോടികളാണ്, നമസ്കരിച്ചോളൂ. പക്ഷേ ഈശ്വരാനുഗ്രഹം എന്തിനാണ് വേണ്ടത്? ഈശ്വരാനുഗ്രഹം വേണ്ടത് മുമുക്ഷുത്വത്തിനാണ്. അപ്പോൾ മുമുക്ഷുത്വം തരാൻ കഴിവുള്ള അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ദേവന്മാരല്ല. ദേവന്മാർ സദാ ജോലി ചെയ്യുന്നത് ഈശ്വരനെ ഭയന്നിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ദക്ഷിണദേശത്തിൽ സുപ്രസിദ്ധമായി തുംഗഭദ്രാ നദിയുടെ തീരത്തിൽ പൂർവ്വകാലത്തിൽ പണ്ടൊരിക്കൽ ഉത്തമമായ ഒരു നഗരമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണാദി വർണ്ണങ്ങൾ സ്വധർമ്മശ്രദ്ധയോട് സത്യം, സൽക്കർമ്മം എന്നീ ശുഭാചാരങ്ങളിൽ വളരെ താല്പര്യത്തോടും കൂടിയവരുമായിരുന്നു എന്ന കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ 17-ാമത്തെ ശ്ലോകം, ആത്മദേവ പുരേ തസ്മിൻ സർവവേദ വിശാരദ സ്രൗതസ്മാർത്തേഷു നിഷ്ണാദോ ദ്വിതീയ ഇവ ഭാസ്കര. എന്താ ശ്ലോകം? ആത്മദേവ പുരേ തസ്മിൻ സർവവേദ വിശാരദ സ്രൗതസ്മാർത്തേഷു നിഷ്ണാദോ ദ്വിതീയ ഇവ ഭാസ്കര. ആ നഗരത്തിൽ സർവവേദങ്ങളും നന്നായി അറിഞ്ഞും വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവും രണ്ടാമത്തെ സൂര്യനെന്ന പോലെ ഏറ്റവും ശ്രീമാനുമായ ആത്മദേവനെന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ആ നഗരത്തിലെ സർവവേദങ്ങളെ നന്നായി അറിഞ്ഞും വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവും രണ്ടാമത്തെ സൂര്യനെ പോലെ ഏറ്റവും ശ്രീമാനുമായ ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ആത്മദേവനെന്ന് പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ആ ബ്രാഹ്മണൻ്റെ പേരെന്താ പറഞ്ഞത്? ആത്മദേവൻ. അപ്പോൾ സനാതനധർമ്മത്തിൽ എല്ലാം ഒബ്ജക്റ്റീവ്സാണ്. ഒരു കാര്യം പറയണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണവും കാര്യം കൂടി പ്രതിപാദിക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റ് വേണം. മുമുക്ഷുത്താണ് ആത്മദേവൻ. അടുത്ത ശ്ലോകം, ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാ ദുന്ദുലി സ്മൃത സ്വവാക്യസ്ഥാപിക നിത്യം സുന്ദരി സുകുലോദ്ഭവ. ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാ ദുന്ദുലി സ്മൃത സ്വവാക്യസ്ഥാപിക നിത്യം സുന്ദരി സുകുലോദ്ഭവ. ഇനി കുറച്ച് സ്ത്രീകളെ വിരോധിക്കുന്ന കൂട്ടത്തിൽ, സ്ത്രീകളുടെ പൊള്ളത്തരം പൊടിച്ചെഴുതുന്ന കൂട്ടത്തിൽ ചില ശ്ലോകങ്ങളാണ് വരിക. ഇതുകൊണ്ടാവാം ചിലപ്പോൾ പ്രൊഫഷണൽ ആചാര്യന്മാർ ഇത് കൈവയ്ക്കാത്തത്. കാരണം പൊതുവെ സപ്താഹവേദിയിൽ കൂടുതൽ ആൾക്കാർ സ്ത്രീകളുണ്ടാവുക, മാതൃസമിതിയും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ ഭയവിഹുലരാവരുത്. നമ്മളെന്ത് വേണം? സ്വധൈര്യം നമ്മൾ നേരിടണം. എന്തിനെ? അകാരണമായി ഭയക്കുന്ന അസത്യങ്ങളെ. സത്യത്തിനെ മുറുകെ പിടിച്ചോളൂ, നമുക്കൊക്കെ വിജയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഭിക്ഷുകൻ ലോകത്തിൽ വിത്തവാനാകുന്നു. ശ്രദ്ധിക്കുക, ഭിക്ഷുകൻ ലോകത്തിൽ വിത്തവാനാകുന്നു. ഭിക്ഷ കൊടുക്കുന്ന ആൾ അല്ലേ, ധനവാനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നശിക്കാത്തതായ ധനം ഭിക്ഷുകന് തന്നെയുള്ളൂ. നശിക്കാത്തതായ, കാരണം കൊടുക്കുന്തോറും വർദ്ധിക്കും. എന്ത്? ധനം. അതെങ്ങനെയാണ്? പലിശ വാങ്ങിയിട്ടല്ല കേട്ടോ, പലിശ വാങ്ങിയിട്ടല്ല. പിന്നെയോ, ധർമ്മം വദാ ധർമ്മം ചര. ആ ധർമ്മം നിങ്ങളെ രക്ഷിക്കുന്ന. ധർമ്മം പറയും വേണം, ധർമ്മത്തിൽ ചരിക്കും വേണം. ആ ധർമ്മം നമ്മളെ സഹായിക്കും. അപ്പോൾ ഏകനുള്ള മുതൽ നശിച്ചു പോയെന്ന് വരാം, ലോകത്തിലുള്ള മുതൽ നശിക്കില്ല. മുതൽ എന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി കടാക്ഷം ഒരാളുടെ ആയുസ്സിൽ 12 വർഷം. അതിനാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയും. ആ ഒരു വ്യാഴവട്ടക്കാലത്തിൽ നമ്മൾ എന്ത് സമ്പാദിക്കണം? അതിനെ നമ്മൾ ബാക്കിയുള്ള കാലം സുതാര്യമായി കൊണ്ട് നടത്താൻ ഉതകുന്ന രീതിയിൽ
ഈ വ്യാഴവട്ടക്കാലത്ത് സമ്പാദിച്ചത് സൂക്ഷിച്ചു വെക്കണം. അതെങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങളുടെ ചിലവാക്കുക, അത് തിരിച്ചു കിട്ടും. ദുഷ്കർമ്മങ്ങളിൽ ചെയ്താൽ അത് പാഴായിപ്പോയി, അത് തിരിച്ചു കിട്ടില്ല. ഇല്ലേ? പണ്ട് ഒരു ഉദാഹരണം പറയും, വിത്തെറിയൂ. എവിടെ എറിയണം? ഉഴുതു മറിച്ച സ്ഥലത്ത് വിത്തെറിയണം. പാറപ്പുറത്ത് വിതച്ചാൽ അത് മുളയ്ക്കില്ല, കരിഞ്ഞു പോയുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പാഴ്വേലകൾ നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്തായി? ഏകനുള്ള മുതൽ നശിച്ചു പോയിന്ന് വരാം, ലോകത്തിലുള്ള മുതൽ നശിക്കയില്ല. അതിനാൽ ലോകത്തിൽ ധനവാന്മാർ ഭിക്ഷുകൻ തന്നെ. ഇല്ലേ? എത്രയോ സ്ഥലത്ത് ഇപ്പോൾ ഈ പണ്ട് ഒരു 30, 20, 55 വർഷം മുമ്പേ ഈ ഭൂപരിഷ്കരണ നിയമം വരുമ്പോൾ അതാത് നാടുകളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ട്രസ്റ്റുകളായിരുന്നു. ആരുടെ? സമ്പന്നന്മാരുടെ സമ്പത്ത് സ്വാർത്ഥമതികൾ ദുഷ്പ്രേരണ കൊണ്ട് ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവാക്കാതെ കണ്ടിരിക്കാൻ ഈശ്വരൻ്റെ പേരിൽ ധർമ്മസ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് കുളം കുഴിക്കുക, പൂങ്കാവനം ഉണ്ടാക്കുക, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സനാതനധർമ്മത്തിൽ ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ ക്ഷേത്രാചാരങ്ങളെ പറ്റി അറിയണം. ക്ഷേത്രാചാരങ്ങൾ അനാചാരങ്ങളല്ല. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ, ഹിന്ദുക്കൾ, അവർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ പറയണു, ആ വിധത്തിൽ ധനവാനായ ആത്മദേവൻ്റെ ഭാര്യയ്ക്ക് ദുന്ദുലി എന്ന് പേര്. ആത്മദേവൻ്റെ ഭാര്യയുടെ പേരാണ് ദുന്ദുലി. അവൾ പറയുന്ന വാക്യത്തെ അല്ലെങ്കിൽ അവളുടെ വാക്കുകളെ സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചവളുമായിരുന്നു. ആത്മദേവൻ്റെ ഭാര്യ സ്വാർത്ഥബുദ്ധിയുള്ളവളായിരുന്നു എന്നർത്ഥം. അതാണ് അവൾ പറയുന്ന വാക്യത്തെ സാധിപ്പിക്കുന്നവൾ. ഭർത്താവിൻ്റെ വാക്കുകളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഞാൻ പിടിച്ച വാശി നിങ്ങൾ നടത്തി തരണം. അപ്പോൾ ഇന്ന് പല സ്ത്രീകളും കാര്യം സാധിക്കുന്നത് എങ്ങനെയാണ്? പുരുഷന്മാരോട് വിയോജിപ്പ് കാണിക്കും, പുരുഷന്മാർ താഴും. പറയുമ്പോൾ എനിക്ക് വിഷമമില്ല. സ്ത്രീകളോടുള്ള അകമഴിഞ്ഞ സ്നേഹം, ബഹുമാനം. അപ്പോൾ സ്ത്രീനെ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെ? അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും മകനാലും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. സംരക്ഷണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ നമ്മളെ ഭരിക്കണത് നമുക്ക് ഇഷ്ടമല്ല. അതിനർത്ഥം ഭർത്താവ് എന്നുള്ള വാക്കിന് അർത്ഥം നമുക്കറിയില്ല. ഭർത്താവ് എന്നുള്ള വാക്കിന് ഹസ്ബൻഡ് എന്നുള്ളതിൻ്റെ അർത്ഥം ഭർത്താവാണല്ലോ, ഹസ് അല്ലേ? ബാൻഡ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ്, ഹസ്സാകുന്ന ബാൻഡ്. ഭാര്യയുടെ സുഖലോലുപത്വത്തെ ശ്രദ്ധിക്കാൻ കഴിവുള്ളവനെന്നൊക്കെ അർത്ഥം പറയാം. അല്ലാണ്ട് അകാരണമായിട്ടുള്ളത് അനീതികരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരവർക്ക് തന്നെയാണ് ദോഷമായിട്ട് വരിക എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അവൾ പറയുന്ന വാക്യത്തെ സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചവളുമായിരുന്നു. അപ്പോൾ ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പിടിവാശിക്കാരിയായാൽ ഇല്ല. അടുത്ത ശ്ലോകം 19. ലോകവാർത്താരതാ ക്രൂരാ പ്രയാശോ ബഹുജൽപിക ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണ കലഹപ്രിയാ. ലോകവാർത്താരതാ ക്രൂരാ പ്രായശോ ബഹുജൽപിക ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണ കലഹപ്രിയാ. അവളുടെ ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യണം. ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും അത് തെറ്റാതാണ്. മറ്റുള്ളവരെ പറ്റി വർണ്ണിക്കലല്ല സ്ത്രീയുടെ ജോലി. പിന്നെയോ സ്വന്തം കുടുംബത്തിൻ്റെ ഉത്കൃഷ്ടാവസ്ഥയെ പ്രാപിക്കാൻ എളിമ കൊണ്ട് യുദ്ധം ചെയ്യണമെന്നാണ്. എളിമയാണ് യുദ്ധം, ആയുധം.
അപ്പോൾ ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും കേൾക്കുന്നതിലും താല്പര്യമുള്ളവളും പ്രായേണ അധികം സംസാരിക്കുന്നവളും ഗൃഹജോലികളെ നടത്തുന്നതിൽ സാമർഥ്യമുള്ളവളും അതിഥി സൽക്കാരം മുതലായ ദാനവിഷയങ്ങളിൽ മനസ്സില്ലാത്തവളും കലഹത്തിൽ താല്പര്യമുള്ളവളുമായിരുന്നു. അതാണോ നല്ല ക്വാളിറ്റി? അല്ല, അതല്ല നല്ല ക്വാളിറ്റി. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കാം, കേൾക്കുന്നതിൽ ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും കേൾക്കുന്നതിലും താല്പര്യമുള്ളവൾ, പ്രായേണ അധികം സംസാരിക്കുന്നവളും ഗൃഹജോലികളെ നടത്തുന്നതിൽ സാമർഥ്യമുണ്ട്, അതിഥി സൽക്കാരം മുതലായ ദാനവിഷയങ്ങളിൽ മനസ്സില്ലാത്തവൾ. അതൊരു ഭയങ്കര നെഗറ്റീവ് റിമാർക്ക് തന്നെയാണ്. കലഹത്തിൽ താല്പര്യമുള്ളവളായിരുന്നു. ഇവിടെ നമുക്ക് തൽക്കാലം നിർത്താം. ഇതിൻ്റെ ഭാഗം തന്നെ പറയും ഞാൻ. കാരണം 10-ാം തീയതി നമുക്ക് 20-ാം തീയതി ഇന്ന് വരെ ഞാൻ എൻ്റെ മകൻ വന്നിട്ടുള്ള തിരക്കിൽ, അതാണ് ഇന്നലൊക്കെ 22 മിനിറ്റിനൊക്കെ ഞാനൊരു എപ്പിസോഡ് പറയേണ്ടി വന്നു. അപ്പോൾ നമ്മൾക്ക് ഇതൊരു 40, 80 മിനിറ്റൊക്കെ ആയോ ഇട്ട് ഒരു ദിവസം കൊണ്ടുപോയാലേ ഇത് ഒരു 3-4 വർഷത്തിൽ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലെങ്കിലും കഴിയണത് പത്മശ്രീയിൽ. അപ്പോൾ നിങ്ങളുടെ സഹകരണം, നിങ്ങൾ എപ്പിസോഡുകൾ മിസ്സാവാണ്ട് കേൾക്കുക. എന്തിനാ? നിങ്ങളുടെ ഗുണത്തിനുണ്ടോ, എൻ്റെ ഗുണത്തിനല്ല, എൻ്റെ ഗുണത്തിനല്ല. അപ്പോൾ ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.